സുഖയാത്ര. തിരക്കെങ്ങനുണ്ട്? കുഴപ്പമില്ല, കടന്നുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ തിരക്ക് കുറവായിട്ട് കാണുന്നു. ഇപ്പൊ ദർശനം കുഴപ്പമില്ലാതെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. സഹായിച്ചു അയ്യപ്പൻ. തിരക്ക് കുറവാണ്, കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി കുറവാണ്. ക്യൂ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട്. ശബരിമല സന്നിധാനത്ത് വലിയ നടപ്പന്തലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശബരിമലയിലെ തിരക്ക് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ വലിയ നടപ്പന്തൽ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, വലിയ നടപ്പന്തലിൽ ഇത്രയും മാത്രമാണ് ക്യൂ ഉള്ളത്. ഇവിടെയുള്ള ഇത്രയും ക്യൂ അത് ആളില്ലാതെ, ഭക്തരില്ലാതെ കിടക്കുകയാണ്. അതിനർത്ഥം തിരക്ക് ഇന്ന് రావిലെ തീരെ കുറവാണ് എന്നുള്ളത് തന്നെയാണ്. ఈ കാണുന്ന క్యూ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? పర్వాలేదు స్వామి, మంచిగా ఉంది. పర్వాలేదు, మంచిగానే ఉంది. దర్శనం మంచిగానే టైంకి అందుతుంది. పర్వాలేదు స్వామి. തിരക്ക് അല്പം കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അല്പസമയം മാത്രമേ ഈ ഒരു വലിയ നടപ്പന്തലിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നുള്ളൂ. ഞാൻ നിൽക്കുന്ന ഭാഗത്തൊന്നും ഇപ്പോൾ ഈ ക്യൂവിൽ ഭക്തരില്ല. അതിനർത്ഥം തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് തന്നെയാണ്. തിരക്ക് കുറവാണ്, കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി കുറവാണ്. അല്ല, ഇത് ഇടയ്ക്ക് നമുക്ക് നല്ല തള്ളലുണ്ടായിരുന്നു, ഇന്ന് ഇത്തിരി കുറവുണ്ട്. അപ്പോൾ വലിയ നടപ്പന്തലിലോട്ട് കയറിയിട്ട് ക്യൂ പെട്ടെന്ന് പോകുന്നുണ്ടോ മുന്നോട്ട്? ഇപ്പോൾ അവിടെ എന്തെങ്കിലും പൂജ എന്തെങ്കിലും നടക്കുന്നത്, അതുകൊണ്ടാണ് ബ്ലോക്കായി കിടക്കുന്നത്. ശരി, അതിൽ നിന്ന് വളരെ പെട്ടെന്ന് കയറി വരാൻ പറ്റുന്നുണ്ട്. പറ്റി പെട്ടെന്ന് കയറി വരാൻ പറ്റും. തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ക്യൂ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നുണ്ടോ? ക്യൂ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. പോകുന്നുണ്ട്. തിരക്കെങ്ങനെയുണ്ട്? തിരക്കുണ്ട്, ക്യൂ പെട്ടെന്ന് പോവേന്നെ. എത്ര സമയത്ത് ഓരോ സ്ഥലത്ത് എത്ര സമയം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്? നമ്മൾ ഒരുപാട് സമയമൊന്നും നിന്നില്ല. കുഴപ്പമില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. വലിയ നടപ്പന്തലിൽ കയറിയ ശേഷം പെട്ടെന്ന് ക്യൂ മുന്നോട്ട് പോകുന്നുണ്ടോ? ഉണ്ട്. മലകയറ്റത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. സഹായിച്ചു അയ്യപ്പൻ. എപ്പോഴാണ് പമ്പയിൽ നിന്ന് എപ്പോഴാണ് മല കയറാൻ തുടങ്ങി? 5:30. അത്രയും സമയം കൊണ്ട് 7:51 അത്രയും സമയം കൊണ്ട് ഇവിടെ എത്താൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് പ്രാവശ്യം മലകയറ്റം? എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലാത്ത 2 ദിവസം മുമ്പ് തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല, തിരക്ക് കുറവായിട്ട്. വലിയ നടപ്പന്തലിൽ ഈ ഭാഗത്ത് വലിയ തിരക്കാണ്. ഇന്നിപ്പോൾ അത്രയും തിരക്കില്ല. ഇപ്പൊ തിരക്ക് കുറവായിട്ട് കാണുന്നു. ഇപ്പൊ ദർശനം കുഴപ്പമില്ലാതെ നടക്കുമെന്ന് വിചാരിക്കുന്നു. എവിടെ നിന്നാണ്? നാടെവിടെയാണ്? ആലുവ. എങ്ങനെയുണ്ട് പ്രാവശ്യം ശബരിമല? സുഖയാത്ര. തിരക്കെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കടന്നുള്ള സൗകര്യമുണ്ട്. പെട്ടെന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാമിശരണം. പെട്ടെന്ന് പോയി കഴിയുന്നതാണ് സ്വാമിമാർക്ക് സന്തോഷം. ഇവിടെ വെയിറ്റ് ചെയ്ത ആൾക്കാർ ബുദ്ധിമുട്ട് വന്നില്ല സ്വാമി, ബുദ്ധിമുട്ട് വന്നില്ല. കാരണം ആർക്കും സന്തോഷമായിട്ട് പോട്ടെ. പ്രതീക്ഷിച്ച തിരക്കില്ല, കുഴപ്പമില്ല. സ്വാമിശരണം. പമ്പയിൽ നിന്ന് എത്ര സമയം എടുത്തു ഇവിടെ വരാൻ? ഞങ്ങൾ 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂറിനടുത്ത്. വലിയ നടപ്പന്തലിൽ കയറിയ ശേഷം പെട്ടെന്ന് മുന്നോട്ട് വരുന്നുണ്ട്. ഇതുവരെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പരാതികളൊന്നുമില്ല? ഇതുവരെ പരാതിയില്ല, വന്നില്ലുള്ളൂ. പമ്പയിൽ നിങ്ങൾക്ക് അധികം നേരം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. അവിടെ ഇവിടുത്തെ എണ്ണം അനുസരിച്ചാണ് പമ്പയിൽ നിന്നും കയറ്റി വിടുന്നത്. അവിടെ എത്ര സമയം നിൽക്കേണ്ടി വന്നു? അവിടെ വലിയ തിരക്കില്ല, കയറ്റി വിടുന്നുണ്ട്, കയറി പോരേത്. അവിടെ തടഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കയറി വരുന്ന വഴിക്ക് ശുചിത്വം, നിങ്ങൾക്ക് പമ്പയിലെ ശുചിത്വം, സന്നിധാനത്തൊക്കെ ശുചിത്വം നല്ലതായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ബയോ ടോയ്ലറ്റുകളൊക്കെ എങ്ങനെയുണ്ട് കയറി വരുന്ന വഴിക്ക്? ഇല്ല, അവരെല്ലാം ആവശ്യത്തിന് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ തരുന്നുണ്ട്. ഇവിടെ വെച്ച് ഇപ്പോൾ നമുക്ക് വെള്ളവും ബിസ്ക്കറ്റും തരുന്നുണ്ട്. എല്ലാം നല്ല വൃത്തിയായി തന്നെ നോക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു? നമ്മുടെ കൂടെ കുട്ടികളില്ല, പൊതുവേ അങ്ങനെ തോന്നുന്നില്ല കണ്ടിട്ട്. കുട്ടികളെല്ലാവരും വൃത്തിയായിട്ട് തന്നെ നോക്കുന്നുണ്ട്, എല്ലാം നല്ല വൃത്തിയായി നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ബയോ ടോയ്ലറ്റുകളൊക്കെ? എങ്ങനെയുണ്ട് വരുന്ന വഴിക്ക്? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുഴപ്പമില്ല, സൂപ്പർ. വലിയ നടപ്പന്തലിൽ നിന്നുള്ള കാഴ്ച ഇന്ന് ഇതാണ്. വലിയ നടപ്പന്തലിൽ ഭൂരിഭാഗം ക്യൂകളും ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണ്. തിരക്ക് നിയന്ത്രണ വിധേയം തന്നെയാണ്. ഭക്തരും നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. പമ്പയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയുന്നുണ്ട്. വലിയ നടപ്പന്തലിലും ക്യൂ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.